നിങ്ങളിപ്പോൾ ഈ കണ്ടത് ഒരു കപ്പലിൽ വെച്ചെടുത്ത ഒരു വീഡിയോ ആണ്. അപ്പൊ ആ കപ്പലിന്റെ പേരൊക്കെ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഇതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓറഞ്ച് ലൈറ്റ് ഇങ്ങനെ ആകാശത്ത് തെളിഞ്ഞു നിൽക്കുന്നതായിട്ട് ക്യാപ്റ്റന്റെ അടുത്ത് ഈ ഒരാൾ പറയുന്നതായിട്ടാണ് ഈ ഒരു വീഡിയോയുടെ കോൺവെർസേഷൻ എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ ഇദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അതായത് ഏകദേശം 8ഓളം ലൈറ്റ്സ് ഓഷ്യന്റെ അടിയിൽ നിന്ന് എമർജ് ചെയ്ത് ഇങ്ങനെ ആകാശത്തേക്ക് പൊങ്ങി വരുന്നതായിട്ട് ഇദ്ദേഹം കണ്ടു. അതാണ് ഇദ്ദേഹം ഈ ക്യാപ്റ്റന്റെ അടുത്ത് പറയുന്നത്. ഈ വീഡിയോ കാണുമ്പോൾ ഇതിനു മുമ്പ് ഫീച്ചർ ചെയ്ത ഒരുപാട് വീഡിയോസ് ആണ് എന്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. പക്ഷേ ഈ വീഡിയോയിൽ നേരെ ഓപ്പോസിറ്റ് ആണ് സംഭവിക്കുന്നത്. ഇതിനെ പറ്റിയിട്ട് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു വേർഡിക്റ്റ് കിട്ടാത്തതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇതിന്റെ പുറകെ തന്നെ പോകുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് ഒരു പോലീസ് ഗ്രൂപ്പും ഇതേപോലുള്ള ഹൈടെക് ക്യാമറാസ് ഒക്കെ വെച്ചിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി. അവിടെ വെച്ച് അദ്ദേഹം ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ ന്യൂസിന്റെ അടുത്ത് വന്ന് പറയുന്ന വിഷ്വൽസ് നമുക്കൊന്ന് കണ്ടോ. That was my reaction also. There were 50 that were coming off the ocean. ഇദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അതായത് ഒരുപാട് അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഓഷ്യന്റെ അടിയിൽ നിന്ന് മുകളിലേക്ക് എമർജ് ചെയ്ത് വരുന്നതായിട്ടാണ് ഇദ്ദേഹം കണ്ടേക്കുന്നത്. അതും ഒരുപാട് വീഡിയോ ഫുട്ടേജസും വീഡിയോ റെക്കോർഡിംഗ്സ് ഒക്കെ ഇദ്ദേഹത്തിന്റെ കൈവശമുണ്ടെന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒബ്ജക്റ്റുകളെ വിളിക്കുന്ന വേറൊരു പേരാണ് USO, അതായത് അൺഐഡന്റിഫൈഡ് സബ്മേഴ്സിബിൾ ഒബ്ജക്ട്സ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വെള്ളത്തിന്റെ അടിയിൽ കണ്ടുവരുന്ന UFO നമ്മൾ USO എന്ന് വിളിക്കുന്നത്. ഇതൊക്കെ കണ്ട് എനിക്ക് തോന്നുന്നത് ഈ രണ്ട് ഒബ്ജക്റ്റുകളും, അതായത് UFO-യും USO-യും രണ്ടല്ല, അത് രണ്ടും ഒന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വീഡിയോസിൽ നിന്നൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് വെള്ളത്തിന്റെ അടിയിൽ നിന്നാണ് ഈ പറയുന്ന ഒബ്ജക്ട്സ് ആകാശത്തേക്ക് വരുന്നത്. അത് മാത്രമല്ല, ഈ ഒബ്ജക്റ്റ് നമ്മുടെ ലോകമെമ്പാടും കണ്ടുവരുന്നുണ്ട്. നിങ്ങൾ നേരത്തെ കണ്ട ഒരു വിഷ്വൽ കടലിന്റെ നടുക്ക് വെച്ചെടുത്ത വിഷ്വലാണ്. അപ്പോൾ അതേപോലത്തെ വിഷ്വൽസ് തന്നെയാണ് കരയിലും കാണുന്നത്, നമ്മുടെ ലോകത്ത് പലയിടത്തും കാണുന്നത്. കാനഡയിലത്തെ ഫോർമർ ഡിഫൻസ് മിനിസ്റ്റർ അദ്ദേഹം ഈ പറയുന്ന UFP-യും UFO-യും ഏലിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ മാധ്യമങ്ങളോട് പുറം ലോകത്തോട് തുറന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ക്രെഡിബിൾ ആയിട്ടുള്ളതും ഇത്തരത്തിലുള്ള ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ലോകത്തോട് വിളിച്ചു പറയുന്നത്. അപ്പോൾ ചെറിയൊരു വേർഡിക്റ്റും കൂടി അങ്ങൊന്ന് കേട്ടു നോക്കാം. My name, as I said, was Paul Hellyer. I'm a former Minister of National Defense for Canada. This morning, finally say that there are live ETs on Earth at this present time, but at least 4 species have been visiting Earth for thousands of years. ഇത് കേട്ടാൽ ആരും വിശ്വസിക്കില്ല, കാരണം നമ്മുടെ ലോകം അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന എക്സ്ട്രാ ടെറസ്ട്രിയൽസ് എന്നുള്ളത് ഒരൊറ്റ സ്പീഷീസ് അല്ല, അതായത് ഒരു ഗ്രൂപ്പ് ആൾക്കാരല്ല, പല പല സ്പീഷീസ് ആണെന്നുള്ള കാര്യം ഇദ്ദേഹത്തിന്റെ ടെസ്റ്റിമോണി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഏകദേശം 4 സ്പീഷീസ് നമ്മുടെ ഭൂമിയിൽ കറന്റ് ഉണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതിനോടൊപ്പം തന്നെ 2 സ്പീഷീസും ഇതേപോലെ തന്നെ നമ്മളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നും കൂടി ഇദ്ദേഹം പറയുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, ഏകദേശം 1000ന്റെ മുകളിൽ വർഷങ്ങളായിട്ട് 4ഓളം ഈ പറയുന്ന എക്സ്ട്രാ ടെറസ്ട്രിയൽ സ്പീഷീസ് നമ്മുടെ ഭൂമിയിൽ ഉണ്ട് എന്നുള്ളതാണ് ഇദ്ദേഹം തുറന്നടിച്ച് എല്ലാവരോടും പറയുന്നത്. ഇത് ആരാണ് പറയുന്നത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. കാനഡയിലത്തെ ഫോർമർ ഡിഫൻസ് മിനിസ്റ്ററാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കമന്റ് ചെയ്യുക. വേറെ രീതിയിലൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇദ്ദേഹത്തിന് നല്ലപോലെ അറിയാം, അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറം ലോകത്തോട് പറഞ്ഞാൽ ആരും തന്നെ വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന്. എന്നാൽ പോലും ഇത്രയും ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യന് ഇദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടും എന്നുള്ളൊരു ചിന്തയെ ഇല്ലാണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുറം ലോകത്തോട് വിളിച്ചു പറയുകയാണ്. അപ്പോൾ ആ ഒരു കേസും കൂടി നിങ്ങൾ മനസ്സിൽ ആലോചിച്ചിട്ട് കമന്റ് ചെയ്യുക. കുറച്ച് നാളുകൾക്ക് മുമ്പ് ന്യൂറംബർഗ് സെലസ്റ്റിയൽ ഫിനോമിനെ പറ്റിയിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്തായിരുന്നു. ഏകദേശം അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ഫുട്ടേജ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 100ഓളം UAPs ആകാശത്ത് അവിടെ ഇവിടേക്ക് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്, അതായത് വളരെ റാൻഡം ആയിട്ട് അറേഞ്ച് ചെയ്ത് നിൽക്കുന്ന ഒരു വിഷ്വലാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഒരു കാര്യം ഞാൻ ഒബ്സർവ് ചെയ്ത് എന്താ വെച്ചാൽ ഒന്നും തന്നെ മൂവ് ചെയ്യുന്നില്ല, എല്ലാം തന്നെ സ്റ്റേഷനറി ആയിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുന്നതാണ്. അതുമാത്രമല്ല, ഇതിൽ ഏതോ 1-2 ഒബ്ജക്റ്റുകൾ ഇങ്ങനെ മിന്നി കളിക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അപ്പൊ ഇതിനോട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു സൈറ്റിംഗ് തന്നെയാണ് നമ്മുടെ ലോകത്തിലത്തെ ഏറ്റവും ആദ്യത്തെ അക്കൗണ്ടഡ് ആയിട്ടുള്ള UAP സൈറ്റിംഗ് എന്ന് പറയുന്നത്. അതാണ് ന്യൂറംബർഗ് സെലസ്റ്റിയൽ ഫിനോമിന എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഫോട്ടോസ് അല്ല, ഇതൊരു ഡ്രോയിങ് ആണ്. 16th സെഞ്ചുറിയിൽ വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഇവന്റ് സംഭവിക്കുന്നത്. ചിലപ്പോൾ അന്ന് അവർ ഇതേ സംഭവം തന്നെയായിരിക്കും കണ്ടേക്കുന്നത്. അത് അന്ന് അവർക്ക് ഈ പറയുന്ന ഫോട്ടോഗ്രാഫി ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഡ്രോയിങ്സിലൂടെ അവർക്ക് ഫ്യൂച്ചർ ജനറേഷന് ഇത് അറിയിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഇത്തരത്തിലുള്ള വിഷ്വൽസ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഒരാൾ കാറിന്റെ അകത്ത് വെച്ചെടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കാം.
ഈ വീഡിയോയിൽ ഇദ്ദേഹം കാണുന്ന UAPs ഇദ്ദേഹം എണ്ണുന്നുണ്ട്. അതായത് ഏകദേശം 12ഓളം UAPs ഇദ്ദേഹം എണ്ണിയിട്ടുണ്ട്. പിന്നെ ഇത്തരത്തിലുള്ള ഫുട്ടേജസ് കാണുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം നോക്കേണ്ടത് ഇതൊരു സാറ്റലൈറ്റിനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ആൾക്കാർ ഇത് UAP ആണെന്നൊക്കെ പറയുന്നതാണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഈ വീഡിയോയിൽ കാണുന്ന കാര്യങ്ങൾ ഒരിക്കലും ഒരു സാറ്റലൈറ്റ് ആവില്ല. കാരണം സാറ്റലൈറ്റ് ആണെങ്കിൽ എന്തായാലും ഈ ഒരു സംഭവത്തിന് ഒരു മൂവ്മെന്റ് ഉണ്ടാവണം, അതായത് ഇങ്ങനെ അനങ്ങണം. ഈ ഒരു വീഡിയോയിൽ നമുക്ക് അത്തരത്തിലുള്ള ഫിനോമിന ഒന്നും കാണാൻ കഴിയില്ല. അതുമാത്രമല്ല സാറ്റലൈറ്റ്സിന് നമുക്ക് ഒരിക്കലും ഇത്ര ബ്രൈറ്റ് ആയിട്ട് കാണാൻ കഴിയില്ല, ഇത്രയും ഈവൻലി സ്പേസ്ഡ് ആയിട്ടും കാണാൻ കഴിയില്ല. അതുമാത്രമല്ല സാറ്റലൈറ്റ്സിനെയാണ് നമ്മൾ കാണുന്നതെന്ന് വെച്ചോ നമ്മുടെ തലയ്ക്ക് മുകളിൽ അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 60 ഡിഗ്രി അപ്പാർട്ട് മാത്രമേ നിന്നാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ കാണാൻ കഴിയുള്ളൂ. ഈ വീഡിയോ നോക്കുകയാണെങ്കിൽ ഇത് നേരെ ഹൊറൈസൺ ഉണ്ട്, അതായത് അദ്ദേഹത്തിന് ഏകദേശം ഒരു ഐ ലെവലിൽ തന്നെയാണ് ഈ ഒരു ഒബ്ജക്റ്റ് നിൽക്കുന്നത്. അത് നല്ല ദൂരത്താണ് ഈ സംഭവം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാണുന്നത് വളരെ വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു UAP ഫുട്ടേജ് തന്നെയാണ്. വേറൊരു ഒബ്സർവേഷൻ എന്താ വെച്ചാൽ ഇതിൽ ലാസ്റ്റ് കാണുന്ന ഒബ്ജക്റ്റ് ഇങ്ങനെ ഫ്ലാഷ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതും ഈ പറയുന്ന ഒരു എവിഡൻസിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് കണക്കാക്കാം. എന്നാൽ ഇതിനോട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു വീഡിയോ ഒരാൾ ഫ്ലൈറ്റിൽ നിന്ന് എടുത്തു. അപ്പോൾ ആ വീഡിയോ കൂടി നമുക്കൊന്ന് കണ്ടുനോക്കാം. ഈ വീഡിയോ എടുക്കുന്നത് കഴിഞ്ഞ വർഷം ഡിസംബർ 13-ാം തീയതിയാണ്. അദ്ദേഹം ചൈനയിലേക്ക് പോകുന്നതിന് വഴിക്ക് കിട്ടിയ ഒരു ഫുട്ടേജ് ആണിത്. ഇദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഏകദേശം 35,000 അടി ഓൾട്ടിറ്റ്യൂഡിലാണ് ഈ പറയുന്ന ഫ്ലൈറ്റ് പറക്കുന്നത്. അപ്പൊ അത്ര ഹൈറ്റിൽ പോലും ഈ പറയുന്ന UAPs വളരെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ആ ഒരു ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് കൺവെൻഷണൽ ആയിട്ടുള്ള എയറോഡൈനാമിക്സിനെയും ഒന്നും തന്നെ മാനിക്കാണ്ട് വളരെ സിമ്പിൾ ആയിട്ടാണ് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ആകാശത്ത് നിൽക്കുന്നത്. അതും ഈ വീഡിയോയിൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇത് ശരിക്കും പറക്കുന്നതല്ല, ഇത് ലെവിറ്റേറ്റ് ചെയ്യുന്നതാണ്. അതായത് ഗ്രാവിറ്റി ഇതിന് പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നേയില്ല. ഈ പറയുന്ന വിൻഡ് റെസിസ്റ്റൻസ്, എയർ റെസിസ്റ്റൻസ് ഒന്നും തന്നെ ഇവർക്ക് യാതൊരു ഇഷ്യൂസ് ഉണ്ടാക്കുന്നില്ല. അതുമാത്രമല്ല ഇവർക്ക് ഇപ്പോൾ ആ ഒരു സ്പോട്ടിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകണമെന്ന് വിചാരിച്ചോ അവർ നിഷ്പ്രയാസം പോകും. അതായത് ഈ പറയുന്ന എയറോഡൈനാമിക്സ് പ്രശ്നമുള്ള, ഗ്രാവിറ്റി പ്രശ്നമുള്ള ഒന്നും തന്നെ ഇവർക്ക് യാതൊരു വിഷയമില്ല. വളരെ സിമ്പിൾ ആയിട്ടാണ് ഈ സംഭവങ്ങൾ ആകാശത്ത് പറക്കുന്നത്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല. UFOയുടെ 90% വീഡിയോസ് ഈ പറയുന്ന ബ്രൈറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകളാണ്. പക്ഷെ ഇതേപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഡാർക്ക് ആയിട്ടുള്ള ഒബ്ജക്റ്റുകളെ നമുക്ക് UAPs ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അതായത് ഈ വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് 2 ഡാർക്ക് ആയിട്ടുള്ള ഒബ്ജക്റ്റ് വളരെ സൈലന്റ് ആയിട്ട് ആകാശത്ത് ഇങ്ങനെ ലെവിറ്റേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഈ വീഡിയോ നമ്മൾ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇതിനെ സ്പെക്ടേറ്റ് ചെയ്യുന്നത്, അതായത് ഇങ്ങനെ നോക്കി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഒരു ഫേക്ക് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടൊരു വീഡിയോ ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഒരു എഗ് ഷേപ്പിലത്തെ UAPനെ റിട്രീവ് ചെയ്തെടുക്കുന്നത്, അതായത് ഹെലികോപ്റ്ററിന്റെ അടിയിലുള്ള ആ ഒരു ഫുട്ടേജസ് ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ഫുട്ടേജ്, അതായത് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫുട്ടേജ്, അത് ശരിക്കും പഴയ ഒരു ഫുട്ടേജ് ആവാനാണ് സാധ്യത. അതായത് മിക്കവാറും ഒരു 1990s അല്ലെങ്കിൽ ഒരു ഏർലി 2000s ഉണ്ടാകുന്ന ഒരു ഫുട്ടേജ് ആയിരിക്കും ഇത്. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു ഫുട്ടേജ് കണ്ടുനോക്കിയാൽ മതി. നേരത്തെ പോലെ തന്നെ ഒരു ഹെലികോപ്റ്ററിന്റെ അടിയിൽ ഒരു തെർമൽ ക്യാമറയിൽ കിട്ടിയ ഒരു ഫുട്ടേജാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ തെർമൽ ക്യാമറയിൽ കിട്ടിയ ഫുട്ടേജ് ലൈവായിട്ട് ഹെലികോപ്റ്ററിനകത്ത് ഒരു സ്ക്രീനിൽ കാണിക്കും. അപ്പോൾ ഈ സ്ക്രീനിനെ വീഡിയോ എടുത്തതാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. നേരത്തെ കണ്ട പോലെ തന്നെ ഇതൊരു എഗ് ഷേപ്പിലത്തെ ഒരു UAP ആണ്. അതുമാത്രമല്ല ഈ ഒരു UAP ഒരു ബോക്സ്, ഒരു കേജ് പോലത്തെ ഒരു സംഭവത്തിന്റെ അകത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് നമുക്കൊരു കാര്യം അസ്യൂം ചെയ്യാൻ പറ്റും, അതായത് ഈ ഷേപ്പിലുള്ള ഒരു UAP ഇതിന് മുമ്പ് ഒരു ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള UAPനെ സേഫ് ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻക്ലോഷർ ആണ് ശരിക്കും അവർ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ റിവീൽ ചെയ്ത ഒരു വീഡിയോ നോക്കി കഴിഞ്ഞാൽ ഒരു ബാൻഡോ, ഒരു തുണി പോലത്തെ ഒരു സംഭവം ഇതിന് ചുറ്റും ചുറ്റേക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ UAPനെ സേഫ് ആയിട്ട് ഒരു സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കൈവശമുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അതിനെ ചുറ്റി ഇങ്ങനെ കൊണ്ടുവന്ന ഒരു സ്ഥലത്തേക്ക് എത്തിക്കുന്ന ഒരു ഫുട്ടേജ് ആയിരിക്കും ഇത്. ചിലപ്പോൾ ഈ ഒരു UAPനെ ഇവർ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്, ആദ്യമായിട്ടായിരിക്കും ഇതുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ഒരു കയറും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോ കാണാൻ പറ്റുന്നത്. പക്ഷേ രണ്ടാമത്തെ വീഡിയോയിൽ വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള രീതിയിലാണ് ശരിക്കും ഇരിക്കുന്നത്. ഈ രണ്ടാമത്തെ ഫുട്ടേജ് എടുത്തിരിക്കുന്നത് അന്റാർട്ടിക്കയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പ്ലേ ചെയ്യാൻ, നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഈ വീഡിയോയുടെ ഈ ഒരു ഫ്രെയിം നമ്മൾ പോസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് നല്ല ക്ലിയർ ആയിട്ട് ഇതിന്റെ ഷേപ്പ് എന്താണെന്നുള്ളതും ഇതിന്റെ കളർ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് നൈറ്റ് വിഷനിലുള്ളതാണ്. ഓക്കെ, എന്തായാലും ഇതിന്റെ ഷേപ്പ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഈ 2 ഫുട്ടേജ് നമ്മൾ സൈഡ് ബൈ സൈഡ് നോക്കുകയാണെങ്കിൽ രണ്ടും ഒരേ സംഭവം തന്നെയാണെന്നുള്ള കാര്യം നമുക്ക് ഏകദേശം ഉറപ്പിക്കാൻ പറ്റും. ഏകദേശം ഞാൻ പറയുന്നത് ഇതിനെപ്പറ്റി നമുക്ക് വലിയ കാര്യമായിട്ട് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. താഴെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കേൾക്കാൻ നല്ല ആഗ്രഹമുണ്ട്.
അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഒരുപാട് മലയാളി സുഹൃത്തുക്കൾ നമുക്ക് ഒരുപാട് വീഡിയോസ് ഒക്കെ അയച്ചു തരുന്നുണ്ട്. അപ്പോൾ അതിൽ 1-2 കൂടി ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. അതായത് ഒരുപാട് ആൾക്കാർ എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്, അവരുടെ എൻകൗണ്ടേഴ്സ് ഒക്കെ ആയിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, വീഡിയോസ് അയക്കുന്നുണ്ട്, ഫോട്ടോസ് അയക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഫ്യൂച്ചറിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. മിക്കവാറും അടുത്ത വീഡിയോ ആയിരിക്കില്ല, അത് കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. കാരണം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ട ഒരു വീഡിയോ ആയിട്ട് എനിക്കത് തോന്നി. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഈ പറയുന്ന എഗ് ഷേപ്പിലത്തെ UAP അത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു സ്ഥലമാണ് അന്റാർട്ടിക്ക എന്ന് പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നിങ്ങളിപ്പോൾ ഈ കണ്ട ഒരു ഫുട്ടേജ് ഇല്ലേ, അത് എടുത്തിരിക്കുന്നത് അന്റാർട്ടിക്കയിലെ ക്വീൻ എലിസബത്ത് റേഞ്ച് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്. അതിനെപ്പറ്റി കൂടുതലായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുള്ളൂ. പക്ഷെ ചെറിയൊരു ഹിന്റ് ഞാൻ തരാം. നമ്മൾ ഈ ഒരു സ്ഥലം ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ ബ്ലർഡ് ആയിട്ടുള്ള, വളരെ പിക്സലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ് നമുക്കിത് കാണാൻ പറ്റുള്ളൂ. പക്ഷേ അന്റാർട്ടിക്കയുടെ ബാക്കിയുള്ള ഏരിയാസ് എല്ലാം വളരെ ക്ലിയർ ആയിട്ട്, വളരെ ഹൈ ഡെഫിനേഷനിലൂടെ നമുക്ക് ഗൂഗിൾ എർത്തൊക്കെ ഉപയോഗിച്ച് കാണാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ ഏരിയ ഇത്തരത്തിലുള്ള പിക്സലേറ്റഡ് ആക്കിയിട്ടൊക്കെ ഉള്ളത്? അതിനോടൊപ്പം തന്നെ ഈ ഏരിയയിൽ ഒരുപാട് എഗ് ഷേപ്പ് UAPനെ റിട്രീവ് ചെയ്യുന്നുണ്ടെന്നുള്ളതും അതിന്റെ ശരിക്കും ക്ലോസപ്പ് ആയിട്ടുള്ള ഫോട്ടോസ് അടക്കം നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും നമ്മൾ അടുത്തത് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ഒക്കെ നമുക്ക് കാണാം.